മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അസുഖങ്ങൾ കൊണ്ടും സാമ്പത്തികമായും ഹൃദയം മുറിപ്പെടുത്തുന്ന ചിലരുടെ വാക്കുകൾ കൊണ്ടും ഇനിയൊന്നും ആലോചിച്ച് നിങ്ങൾ മനസ്സ് അസ്വസ്ഥമാക്കരുത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും നിങ്ങളെ കരകയറ്റാൻ പ്രപഞ്ചനാഥനായ നിങ്ങളെ മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന മഹാദേവനുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള മാർഗം മഹാദേവൻ തുറന്നു തരുന്നതാണ്. ആ നല്ല നാളുകൾക്കായി നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്ന ദിനങ്ങൾക്കായി ഭക്തിയോടെ, ക്ഷമയോടെ കാത്തിരിക്കുക. ഭക്തരെ, നിങ്ങൾ ചെയ്യുന്നതിൻ്റെ എല്ലാം ഫലം തീർച്ചയായും ഒരു ദിവസം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നന്മയുടെ ത്രാസിനെ ഉയർത്തി നിർത്തുക. ഉയർച്ച താഴ്ചകളുണ്ടാകും. വിജയങ്ങളും പരാജയങ്ങളും സങ്കടവും സന്തോഷവുമെല്ലാം ജീവിതത്തിൽ ഉള്ളതുതന്നെയാണ്. വിജയിക്കാനായി നിങ്ങൾ പരാജയത്തെ അന്വേഷിക്കണം. എല്ലാ പാഠങ്ങളും തോൽവിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സമ്പത്തും ബഹുമതികളും ആളുകളെ അഹങ്കാരത്തിലേക്ക് നയിക്കുമ്പോൾ അതിൻ്റെ ഫലമായി തിന്മ രംഗപ്രവേശനം ചെയ്യുന്നു. ഭക്തരെ, എത്ര വലിയ പ്രതിസന്ധിയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിലും അതിനെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കുക. ഒന്നു മാത്രം ഓർക്കുക, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. വിശ്വാസവഞ്ചന കാണിച്ചവർക്കും ചതി അലങ്കാരമായി കാണുന്നവർക്കും മറുപടി പറയാൻ നിൽക്കരുത്. ഇനി എത്ര തന്നെ നന്നായി എന്ന് പറഞ്ഞാലും ഇനിയൊരു അവസരം അവർക്ക് കൊടുക്കരുത്. ഭക്തരെ, എത്ര വിട്ടുവീഴ്ചകൾ ചെയ്താലും അകലാനുള്ളതെല്ലാം അകലും. പക്ഷേ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. തെറ്റുകൾ വന്നു പോകുന്നതിൽ ഒരു കുറ്റകരമായി ഒന്നുമില്ല. എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരമായും മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണ്. ഭക്തരെ, കാലത്തിന് മാറ്റാൻ പറ്റാത്ത സത്യമാണ് സ്നേഹം. പക്ഷേ മനസ്സിനെ വേദനിപ്പിക്കാൻ കാലം തിരഞ്ഞെടുത്ത ഏറ്റവും വലിയ മൂർച്ചയുള്ള ആയുധവും സ്നേഹം തന്നെയാണ്. വിജയത്തെ ഒരിക്കലും തലയിൽ കയറാൻ അനുവദിക്കരുത്. പരാജയത്തെ ഒരിക്കലും ഹൃദയത്തിൽ കയറാനും അനുവദിക്കരുത്. കൂടെയുണ്ടെന്ന വാക്കിലല്ല, കൂടെയുണ്ടെന്ന പ്രവൃത്തിയിലും വിശ്വാസത്തിലുമാണ് ഏതൊരാൾക്കും മറ്റൊരാൾ പ്രിയപ്പെട്ടവരാകുന്നത്. പക വീട്ടേണ്ടത് പകരം ചോദിച്ചുകൊണ്ടല്ല, സ്വയം ഉയർത്തെഴുന്നേറ്റുകൊണ്ടാകണം. കാലം നൽകുന്ന മറുപടിയേക്കാൾ വലുതാകില്ല ഒരു പകവീട്ടലും. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനാൽ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം മാറ്റാൻ സമയം കളയരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുകയും സന്തോഷവാനായിരിക്കുകയും ചെയ്യുക. ഭക്തരെ, ചതിക്കുന്നത് മനുഷ്യരാണ്. പക്ഷേ ആ ചതി മനസ്സിലാകുമ്പോഴാണ് നിങ്ങൾ ഭഗവാനെ വിളിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാൻ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല. ആരും കൂടെയില്ലെങ്കിലും ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഭക്തരെ, എളുപ്പമാകുന്നതിന് മുമ്പ് എല്ലാം കഠിനമായിരിക്കും. നിങ്ങളിലെ 3 കാര്യങ്ങൾ കാണാൻ കഴിയുന്നവരെ മാത്രം വിശ്വസിക്കുക. നിങ്ങളുടെ പുഞ്ചിരിക്ക് പിന്നിലെ സങ്കടം, നിങ്ങളുടെ കോപത്തിന് പിന്നിലെ സ്നേഹം, നിങ്ങളുടെ മൗനത്തിന് പിന്നിലെ കാരണം. ജീവിതത്തിൽ നിങ്ങൾക്കു വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നിങ്ങൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.